ഹായ് ആൾ, PSC ഹവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുൻപ് ചെയ്ത PYQസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടിന്യൂഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ആ നോവൽ? അപ്പോൾ ആൻസർ വരുന്നത് ആനന്ദമഠമാണ്. അപ്പോൾ ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവാണ് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവലാണ് ദുർഗേശനന്ദിനി. ബംഗാളി സാഹിത്യത്തിലെ ആദ്യ നോവലാണ് ദുർഗേശനന്ദിനി. ദുർഗേശനന്ദിനി രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദുർഗേശനന്ദിനി രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ സാഹിത്യ കൃതിയാണ് ഇത് ദുർഗേശനന്ദിനി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ സാഹിത്യ കൃതിയാണ് ദുർഗേശനന്ദിനി. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം 1882 പബ്ലിഷ് ചെയ്ത മാസികയാണ് ബംഗാദർശൻ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. 1882 പുറത്തിറക്കിയത്. മാസിക ബംഗാദർശനാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് ഇത്? സീതാറാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് സീതാറാം. അടുത്ത പോയിന്റ്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മറ്റു കൃതികളാണ് ഏതൊക്കെ? ദുർഗേശനന്ദിനി നമ്മൾ പറഞ്ഞു, ആനന്ദമഠം, കൃഷ്ണചരിത്ര, ദേവി ചൗധരാണി, വിഷവൃക്ഷ, മൃണാളിനി. ഇതൊക്കെ എന്താണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതികളാണ്. ഒന്നുകൂടെ വായിക്കാം. ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവാണ് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആധുനിക ബംഗാളി സാഹിത്യത്തിൻ്റെ പിതാവാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി സാഹിത്യത്തിലെ തന്നെ ആദ്യ നോവലാണ് ദുർഗേശനന്ദിനി. ആ നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തന്നെ ആദ്യ സാഹിത്യകൃതിയാണ് ദുർഗേശനന്ദിനി. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സന്യാസി കലാപത്തെ പശ്ചാത്തലമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. അത് 1882 പബ്ലിഷ് ചെയ്ത മാസിക ഏതാണ്? ബംഗാദർശനാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് സീതാറാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ അവസാനത്തെ നോവലാണ് സീതാറാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മറ്റ് കൃതികളാണ് ദുർഗേശനന്ദിനി, ആനന്ദമഠം, കൃഷ്ണചരിത്ര, ദേവി ചൗധരാണി, വിഷവൃക്ഷ, മൃണാളിനി. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? ആൻസർ വരുന്നത് 52 സെക്കൻഡാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് ഭാരതവിധാത. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേരാണെന്ത്? ഭാരതവിധാത. ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയിലാണ്. ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ്. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം 1911. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം 1911. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണ് അറിയപ്പെടുന്നത്? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. അപ്പോൾ ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? ശങ്കരാഭരണമാണ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? ശങ്കരാഭരണമാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടിത്തീർക്കുവാൻ എടുക്കേണ്ട സമയപരിധി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചട്ടപ്രകാരം എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം നമുക്കെല്ലാവർക്കും അറിയാം ജനഗണമനയാണ്. അത് രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ഇതെന്താണ്? ഭാരതവിധാത എന്നാണ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ചത്. ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് കൊൽക്കത്ത സമ്മേളനം. എന്നാ നടന്നത്? 1911 നടന്ന കൊൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ.
ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരെന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയ രാഗം ശങ്കരാഭരണമാണ്. ദേശീയഗാനം ചിട്ടപ്പെടുത്തിയ രാഗം ഏതാണ്? ശങ്കരാഭരണമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ 1976 ഒരു ഭരണഘടനാ ഭേദഗതി നിയമം വഴിയാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത്. താഴെ പറയുന്നവയിൽ ഏത് ഭേദഗതി നിയമം അനുസരിച്ചാണ് 10 മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ആൻസർ വരുന്നത് 42ാം ഭേദഗതിയാണ്. അപ്പം നമുക്ക് മൗലിക ചുമതലകളെ കുറിച്ചൊന്ന് നോക്കാം. ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ മൗലിക ചുമതലകളും കർത്തവ്യങ്ങളും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണെന്ത്? മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ആർട്ടിക്കിൾ 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അടുത്ത പോയിന്റ്, 11 മൗലിക കടമകളാണ് ഭരണഘടനയിൽ നിലവിലുള്ളത്. 11 മൗലിക കടമകളാണ് ഭരണഘടനയിൽ നിലവിലുള്ളത്. 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി 86ാം ഭേദഗതിയാണ്. 11 മൗലിക കടമകളാണ് ഭരണഘടനയിൽ നിലവിലുള്ളത്. 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഭേദഗതി 86ാം ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ ഒന്നുകൂടെ വായിച്ചുതരാം. മൗലിക ചുമതലകൾ ഭരണഘടനയുടെ ഭാഗം 4A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് പൗരന്മാർ രാഷ്ട്രത്തോട് ചില കടമകൾ നിറവേറ്റേണ്ടതുണ്ട്. ഈ കടമകളാണെന്ത്? മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആർട്ടിക്കിൾ 51A മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. 11 മൗലിക കടമകളാണ് ഭരണഘടനയിൽ നിലവിലുള്ളത്. 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണ് 86ാം ഭേദഗതി. അപ്പോൾ 11ാമത് മൗലിക കടമ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 86ാം ഭേദഗതിയാണ്. അടുത്ത പോയിന്റ്, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. 1976 നിലവിൽ വന്ന ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. എന്നാണ് 1976 നിലവിൽ വന്ന ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഇതെന്താണ് അറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണെന്ത്? 42ാം ഭരണഘടനാ ഭേദഗതി. എന്താണ് അറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെ വാക്കുകളാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. അടുത്ത പോയിന്റ്, 5 വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. 5 വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. പൗരന്മാർക്കായി 10 മൗലിക കടമകൾ ചേർത്തു. പൗരന്മാർക്കായിട്ട് 10 മൗലിക കടമകൾ ചേർത്തു. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്ത് പ്രസിഡന്റാണ് ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1976 നിലവിൽ വന്ന ഭേദഗതിയാണ് 42ാം ഭരണഘടനാ ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ്. ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. ആമുഖത്തിൽ ഏതൊക്കെയാ? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു. 5 വിഷയങ്ങൾ സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. പൗരന്മാർക്കായി 10 മൗലിക കടമകൾ ചേർത്തു. ശ്രദ്ധിക്കണം, നിലവിൽ 11 മൗലിക കടമകളാണ് ഭരണഘടനയിലുള്ളത്. പൗരന്മാർക്കായി 10 മൗലിക കടമകൾ ചേർത്ത ഭേദഗതിയാണ് ഇത് 42ാം ഭേദഗതി.
അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പൗരന്മാർക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. താഴെ പറയുന്നവയിൽ ഒരു അവകാശം ഭാഗം 3 ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതാണ് ആ അവകാശം? ആൻസർ തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം. അപ്പം നമുക്ക് മൗലികാവകാശങ്ങളെ കുറിച്ച് നോക്കാം. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. എന്താണ്? ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക എന്താണ്? മൗലികാവകാശങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലികാവകാശങ്ങൾ എന്നറിയപ്പെടുന്നു. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങളെയാണ്. എന്തൊക്കെയാണ്? ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് കറാച്ചി സമ്മേളനം 1931. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് കറാച്ചിയിൽ നടന്ന 1931 സമ്മേളനം. ഇനി മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണെന്ത്? അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രികയാണ് മൗലികാവകാശങ്ങൾ. ഇന്ത്യയുടെ അവകാശ പത്രികയാണെന്ത്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല്, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. അടുത്ത പോയിന്റ്, മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് കറാച്ചിയിൽ നടന്ന 1931 സമ്മേളനം. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് കടക്കാം. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് USA. അമേരിക്കയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3 ആണ്. ആർട്ടിക്കിൾ എവിടെയാ? 12 മുതൽ 35 വരെയാണ്. ഭാഗം 3 അനുച്ഛേദം 12 മുതൽ 35 വരെ. എന്താണ്? മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 3. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. പക്ഷെ നിലവിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6 ആണ്. നിലവിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. ഇനി മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. അപ്പോൾ മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ എന്താണ്? നിയമാവകാശമാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി. അതെന്നായിരുന്നു? 1978. അപ്പോൾ 1978 44-ാം ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഏതാണ്? 1978 44-ാം ഭേദഗതി. അടുത്ത പോയിന്റ്, നിലവിൽ ഭരണഘടനയുടെ ഭാഗം 12 സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിലവിൽ എവിടെയാണ് സ്വത്തവകാശം? ഭാഗം 12. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഏത്? USA. അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് 3. ആർട്ടിക്കിൾ എവിടെയാ? 12 മുതൽ 35 വരെ. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 3 അനുച്ഛേദം 12 മുതൽ 35 വരെ. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണം 7 ആണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണം 7. പക്ഷെ നിലവിൽ മൗലികാവകാശങ്ങളുടെ എണ്ണം 6 ആണ്. നിലവിൽ എത്രയാണ് മൗലികാവകാശങ്ങളുടെ എണ്ണം? 6 ആണ്. മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. അപ്പോൾ മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ എന്താണ്? നിയമാവകാശമാണ്.
സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് ഏത്? 1978 44 ഭേദഗതി. അടുത്ത പോയിന്റ്, നിലവിൽ ഭരണഘടനയുടെ എവിടെയാണ്? ഭാഗം 12 എന്ത്? സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 12 സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ്, അതായത് ആർട്ടിക്കിൾ 21A എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമായി ഉറപ്പു നൽകുന്നു. ഏത് ഭരണഘടനാ ഭേദഗതി നിയമം അനുസരിച്ചാണ് ഈ വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? 86 ഭേദഗതി അനുസരിച്ചാണ് ഭരണഘടനയിൽ ഈ വകുപ്പ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആർട്ടിക്കിൾ 21A നോക്കാം. അതായത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണെന്ത്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണെന്ത്? ആർട്ടിക്കിൾ 21A. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത പോയിന്റ്, വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2009 ആഗസ്റ്റ് 26 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്? 2009 ഓഗസ്റ്റ് 26 ഒന്നുകൂടെ വായിക്കാം. 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത പോയിന്റ്, വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26 പക്ഷേ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1 എന്നാ നിലവിൽ വന്നത്? 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 86 ഭേദഗതി. 2002 86 ഭേദഗതിയാണ് എന്ത്? വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത്. അടുത്ത പോയിന്റ്, വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ സമയത്ത് പ്രധാനമന്ത്രി ആരാണ്? AB വാജ്പേയിയാണ്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ സമയത്ത് പ്രധാനമന്ത്രിയാണ് ആര്? AB വാജ്പേയി. രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാമാണ്. AB വാജ്പേയിയും രാഷ്ട്രപതി ആരാണ്? വാജ്പേയിയും രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാമുമാണ്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ആർട്ടിക്കിൾ 21A ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26 പക്ഷേ നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ശ്രദ്ധിക്കണം, ഇത് ചോദ്യം വരാറുണ്ട് എപ്പോഴും. 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 86 ഭേദഗതിയാണ്. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ സമയത്ത് പ്രധാനമന്ത്രിയാണ് ആര്? AB വാജ്പേയി. രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ സമയത്ത് പ്രധാനമന്ത്രി AB വാജ്പേയിയും രാഷ്ട്രപതി APJ അബ്ദുൽ കലാമുമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക എന്നും പറയുന്ന പോലെ തന്നെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ തന്നെയുള്ളൂ നിങ്ങൾക്കിത് മനസ്സിൽ തങ്ങി നിൽക്കുക. ഇത് ഭരണഘടനയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ റിപ്പീറ്റഡായി കേട്ട് തറോ ആക്കണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.